ഞാൻ ഈ സിനിമ ഇതിന്റെ സ്ക്രിപ്റ്റ് മുമ്പ് വേഫെയറിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, എനിക്കറിയാം ഓക്കെ. അതിന്റെ സ്കോപ്പും അറിയാം, പല കാര്യങ്ങളും അറിയാം. അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ആലോചിച്ചിരുന്നു. പ്രൊഡ്യൂസ് ചെയ്യാൻ ആലോചിച്ചിരുന്നതാണ്. ഓഹ്! ഓക്കെ. നൈസ്. പ്രൊഡ്യൂസ് ചെയ്യാൻ ആലോചിച്ചിരുന്നു. പക്ഷേ അന്ന് ഞങ്ങൾ തമ്മിലുണ്ടായ പല ചർച്ചകൾ, ഉം. ക്രിയേറ്റീവ് ചർച്ചകളുണ്ടായിരുന്നു. പക്ഷേ ഐ ബിലീവ് ദാറ്റ് അത് ദുൽഖറിന്റെ ടീം ഏറ്റെടുത്തുകൊണ്ടാണ് ലോക ഇങ്ങനെ ആവുന്നത്. ഉം. ഉം. ഞാൻ ഏറ്റെടുക്കുമ്പോൾ ഐ ഹാവ് ടു ഈ ക്യാമിയോസ് അല്ലെങ്കിൽ എക്സ്റ്റൻഡഡ് ക്യാമിയോസ് നെക്സ്റ്റ് യൂണിവേഴ്സിലേക്ക് വരുന്ന ക്യാരക്ടേഴ്സിന് വേണ്ടി ഐ ഹാവ് ടു ഗോ ആൻഡ് കൺവിൻസ് ദീസ് പീപ്പിൾ. യെസ്, യെസ്. സോ അത് എന്ത് ഈസി ആവുകയാണ്. ദുൽഖറിനെ പോലുള്ള സ്റ്റാർ അത് കൺവിൻസ് ആയതുകൊണ്ട് അതെ, അതെ. പ്രോജക്ട് ഇസ് ഡൺ. ഒരു കോളിനപ്പുറത്താണ്. ബാക്ക്വേർഡ്സ് വന്നു. അതെ, അതെ, അതെ. ബാക്ക്വേർഡ്സ് വന്നു. സോ ബാക്ക്വേർഡ്സ് വരുമ്പോൾ സോ അതാണ് ലോക്കയുടെ ധൈര്യവും റീസണും ആൻഡ് അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു വുമൻ സെൻട്രിക് ക്യാരക്ടറിനെ കൊണ്ടുവരാൻ അതങ്ങനെ തന്നെയായിരുന്നു സിനിമ. അതിനേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അത് ആരും സ്പേസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അത് എന്നും നല്ല സിനിമകൾ, വിമൻ സെൻട്രിക് ആയിട്ടുള്ള സിനിമകൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് വിജയിച്ചിട്ടുണ്ട്. അതിൻ്റെ പുറകിൽ ചില ഇൻഗ്രീഡിയൻസ് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ, ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു മെയിൽ സെൻട്രിക് എന്നുള്ള ഒരു സിനിമയിൽ കേന്ദ്ര കഥാപാത്രം ഒരു മെയിലാണെങ്കിൽ ശക്തമായ സ്ത്രീ കഥാപാത്രം ഇല്ലാതെ ആ സിനിമ വിജയിച്ചിട്ടുണ്ടോ? എത്രയോ സിനിമകളിൽ ഇപ്പം ദേവാസുരം എന്ന് പറഞ്ഞ സിനിമയിൽ രേവതി ചേച്ചി ഇല്ലെങ്കിൽ എന്ത് ദേവാസുരം അല്ലേ? ശക്തമായ സ്ത്രീ കഥാപാത്രം അല്ലേ? ആറാം തമ്പുരാനില്, അല്ലെങ്കിൽ ഇപ്പൊ കന്മദത്തില്, അല്ലെങ്കിൽ ഏതോ ഒരു സിനിമ എടുത്ത് നോക്കും അല്ലേ? അപ്പം അതൊരു കോമ്പിനേഷനാണ്. ചിലതിൽ വിമൻ ക്യാരക്ടേഴ്സ് ആയിരിക്കും ലീഡ് ചെയ്യുന്നത്. അതിന് മെയിൽ ക്യാരക്ടേഴ്സിന്റെ മെയിൽ സപ്പോർട്ട് ഉണ്ടാവും. ചിലതിൽ മെയിൽ സപ്പോർട്ട് ആയിരിക്കും. പക്ഷെ എന്നും അത് ബാലൻസ് ചെയ്യപ്പെട്ട് തന്നെയാണ് സിനിമയിൽ പൊക്കോണ്ടിരിക്കുന്നത്. അതിലൊരു ചേരിതിരിവ് ഉണ്ടാക്കുക എന്നുള്ളത് ചിലവരിങ്ങനെ